എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ നടപ്പിലാക്കിയ കൂത്തുമാക്കൽ ചിറക്കൽ ചെറുപുഴ തോട് പദ്ധതിയുടെ ഉദ്ഘാടനം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനിൽ നിർവഹിച്ചു. വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു ദിനമാണ്. ചെറുതെങ്കിലും ഒരു നാടിൻ്റെ വികസന കാഴ്ചപ്പാടിന് ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയുടെ വികസന കാഴ്ചപ്പാടാണ് ഒരു നാടിൻ്റെ സമൃദ്ധിയെ ഉണർത്തുന്നത്. കുന്നത്തുമാക്കൽ ചിറക്കൽ ചെറുപുഴ തോട് പദ്ധതി, ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാകും. ഇ.ടി. ഡൈസൺ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന ചിറക്കൽ ചെറുപുഴ തോട് വഴി ശുദ്ധജലം പ്രവഹിപ്പിച്ച് ഇരു പഞ്ചായത്തുകളിലെയും കുടിനീർ ക്ഷാമവും കൃഷി ജലസേചന പ്രശ്നങ്ങളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ കയ്പമംഗലം എം.എൽ.എ. ആയിരിക്കുമ്പോൾ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 4.8 കോടി രൂപ ഉപയോഗിച്ചാണ് ചിറക്കൽ ചെറുപുഴ പദ്ധതി ആരംഭിച്ചത്. കൂത്തുമാക്കൽ ഷട്ടറിനടിയിലൂടെ KLDC കനാലിൽ നിന്ന് ടണൽ വഴി ശുദ്ധജലം എത്തിച്ച് ചിറക്കൽ ചെറുപുഴ തോട്ടിലൂടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്നതാണ് പദ്ധതി. കോഴിത്തുമ്പ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, മുൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T. പ്രേമൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നൌമി പ്രസാദ്, ഐഷാബി മുഹമ്മദ്, KK അജിതകുമാരി, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK ജ്യോതിപ്രകാശ്, ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. അരുൺലാൽ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പദ്ധതിക്കായി 5 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ പുതിയ വീട്ടിൽ ഫസലുൽ ഹക്കിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു.